എന്താണ് അതിൻ്റെ അകത്ത് ഒരേ തട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. രണ്ട് തട്ടിൽ എന്നുള്ളത് നിങ്ങളുടെ ഭാവന സൃഷ്ടിയാണ്. ഒരേ അഭിപ്രായമാണ് കാര്യത്തിലുള്ളത്. ഒന്ന്, ജനങ്ങൾ അറിയാതെ, ഗവൺമെൻറ് അറിയാതെ ഏതോ ഒരു തലത്തിൽ രൂപം കൊണ്ട ഒരാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെയർ വിൽപ്പന നടന്നിട്ടുള്ളത്. ഷെയർ വിൽപ്പനയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. 49% ഷെയർ ഒരു വിദേശ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറിയാൽ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികളും വിദേശ കോർപ്പറേറ്റ് ശക്തിയുടെ കയ്യിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നില്ല. ഒരു വ്യക്തത ഉണ്ടാക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അറിവുണ്ടായിരുന്നു, UDFൻ്റെ അറിവുണ്ടായിരുന്നു. ഇല്ല എന്ന് മാത്രമല്ല, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. അതിൻ്റെ അനുബന്ധമായി നടന്നിട്ടുള്ള പശ്ചാത്തല പ്രവർത്തനങ്ങളെല്ലാം സംശയാസ്പദമാണ്. അതാണ് പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും സൂചിപ്പിച്ചത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രണ്ടഭിപ്രായം ഇല്ല. അല്ല, പാർട്ടി അതിൻ്റെ അകത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലെ അടക്കം വാർത്ത വന്നതിലൊരു വീഴ്ച സംഭവിച്ചുവെന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. അല്ല, വാർത്തയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു. ദേശാഭിമാനിയിൽ വരുന്നതിനേക്കാളും മുമ്പേ ദേശീയ പത്രങ്ങളിൽ ആ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമെന്നുള്ള നിലയിലാണ് ദേശാഭിമാനി അത് കൊടുത്തത്. പക്ഷെ ആ കൊടുത്ത വാർത്തേൻ്റെ ഉള്ളടക്കം വായിക്കുമ്പോൾ എന്തോ കോർപ്പറേറ്റുകൾക്ക് ഷെയർ വിൽക്കുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തു LDF ഗവൺമെൻറ് എന്നുള്ളൊരു വ്യാഖ്യാനം വരും. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു വാർത്താപത്രം കൂടിയാണല്ലോ, പാർട്ടി പത്രം മാത്രമല്ലല്ലോ. ആ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് അവർ കൊടുത്തത്. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം വരുന്നതിന് ആ വാർത്ത ഇടവരുത്തി എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്.